ഹലോ ഗൈസ്, നിങ്ങളീ കാണുന്നത് അരുണാചലിലെ ഭൂപ്രകൃതിയാണ്. ഞാനും ഈ മേഘങ്ങളും ഒരേ ലെവലിൽ ആണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കണ്ടോ, താഴ്വാരം അങ്ങ് ദൂരെ കാണാൻ സാധിക്കും. വളരെ മനോഹരമായ നാച്ചുറൽ ബ്യൂട്ടിയുള്ളൊരു സ്ഥലമാണ്. എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും നിങ്ങൾ പോയി കാണണം. ഇവർ ബുദ്ധമത വിശ്വാസികളായതുകൊണ്ടാണ് നിറയെ ഫ്ലാഗുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ഈ വായുവിൻ്റെ ഡിറക്ഷനിലാണ് ഇവർ വെക്കുന്നത്. വിൻഡ് ഡിറക്ഷനിൽ വച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഫ്ലാഗിലുള്ള മന്ത്രങ്ങളെല്ലാം ലോകത്തിങ്ങനെ കാറ്റിലൂടെ പരന്ന് എല്ലാവർക്കും നല്ല പോസിറ്റിവിറ്റി കിട്ടും എന്നാണ് അവരുടെ ആചാരപ്രകാരം. പിന്നെ ഇവിടെ ഒരുപാട് പട്ടാളക്കാരെ അവരുടെ ക്യാമ്പൊക്കെ കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ അരുണാചൽ പ്രദേശ് ഒത്തിരി അതിർത്തി മറ്റ് രാജ്യങ്ങളായിട്ട് പങ്കിടുന്നത് കൊണ്ടാണ് നമ്മളെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് മിലിറ്ററി ക്യാമ്പുകൾ ഒത്തിരി ഉള്ളത്. ചൈന, ഭൂട്ടാൻ ഒക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ശരിക്കും നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഭംഗി ആസ്വദിച്ച് പോകുക എന്നുള്ളതാണ് ഈ അരുണാചൽ അല്ലെങ്കിൽ പൊതുവേ നോർത്ത് ഈസ്റ്റ് ട്രിപ്പുകളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ഒരു സിറ്റി ലൈഫോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് അങ്ങനത്തതിനുള്ളൊരു പ്രാധാന്യം കുറവായിരിക്കും. നമ്മളും നേച്ചറും ആയിട്ടുള്ള ആ ഒരു ഇടപഴകലായിരിക്കും കൂടുതലും നമുക്ക് ഇത്തരം സ്ഥലങ്ങളിൽ ആനന്ദം തരിക. പിന്നെ ഞങ്ങളുടെ മറ്റൊരു സവിശേഷത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വളരെയധികം കുറവായിരുന്നു ഈ ഒരു സ്റ്റേറ്റിൽ. പിന്നെ ജനത്തിൻ്റെ ഒരു ഡെൻസിറ്റിയും വളരെ കുറവാണ്. പോപ്പുലേഷനും വളരെ കുറവായതുകൊണ്ടായിരിക്കാം മാലിന്യങ്ങളും താരതമ്യേന കുറവായിരുന്നു.